എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിപ്പ് പ്രഥമനാണ്. ഈ ഒരു പ്രഥമൻ ഓണസദ്യയില് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഇന്ന് നമ്മൾ 1 കിലോ പരിപ്പ് വെച്ചിട്ടാണ് ഈ ഒരു പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നത്. കാറ്ററിംഗുകാർ സദ്യകളിൽ വിളമ്പാനായിട്ട് രുചി കൂടുതൽ കിട്ടാനും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാനും ചെയ്യുന്ന അതേ പാചക രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ പരിപ്പ് പ്രഥമൻ തയ്യാറാക്കിയാൽ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടും. നമുക്ക് ഈ പ്രഥമൻ 1 മാസക്കാലത്തോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കേടുപാടും കൂടാതെ കഴിക്കാനും പറ്റുന്നതാണ്. അപ്പൊ നോക്കിയാലോ പരിപ്പ് പ്രഥമൻ എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിലുള്ള ചെളിക്കട്ടയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്. പരിപ്പ് വറുത്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വറുത്തെടുക്കുമ്പോഴാണ് എല്ലാ പരിപ്പും ഒരുപോലെ തന്നെ മൂപ്പായി കിട്ടുന്നത്. ഇനി നമുക്ക് ഈ പരിപ്പ് നല്ല ഗോൾഡൻ കളറിലായി വരുന്നത് വരെയും ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല സ്വർണ്ണ നിറത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താഴേക്ക് ഇറക്കി വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയും കൂടി വെക്കാം. പരിപ്പ് കഴുകി എടുത്തു കഴിഞ്ഞാൽ പ്രഥമൻ തയ്യാറാക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് പരിപ്പ് വെന്ത് വരാൻ ആവശ്യമായ 2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് 3-ാം പാലിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കഴുകിയെടുത്തിട്ടുള്ള പരിപ്പ് വെള്ളത്തിലേക്ക് വാരി ചേർക്കാം. പരിപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് തന്നെ ഒന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കാം. മയത്തിൽ പരിപ്പ് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യും ചേർത്ത് നല്ലപോലെ തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. പരിപ്പ് ചെറിയ തീയിലിരുന്ന് ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് 4 നാളികേരം നമുക്കൊന്ന് തിരുമിയെടുത്ത് പാല് പിഴിഞ്ഞ് വെക്കാം. 2 വലിയ നാളികേരവും 2 ചെറിയ നാളികേരവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്തും പരിപ്പ് ചെറിയ തീയിൽ വെച്ച് തന്നെ നല്ലതുപോലെ അടിചേർത്ത് ഇളക്കി മൂടി വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ളത് ഉരുളി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പാണ് നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും. എളുപ്പത്തിൽ പ്രഥമൻ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് കുക്കറിൽ വെച്ചും പരിപ്പ് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ സദ്യകളിലൊക്കെ വിളമ്പാനായിട്ട് ഈ ഒരു രീതിയാണ് ഏറ്റവും നല്ലത്. കുക്കറിൽ വെച്ച് പായസമൊക്കെ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേടായി പോവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. പരിപ്പ് ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നല്ല കുഴഞ്ഞ പരുവത്തിലേക്ക് പരിപ്പ് വെന്ത് വരാനും വളരെ തന്നെ സാധ്യത കൂടുതലാണ്. ഇപ്പോഴും പരിപ്പ് ഇതുവരെയും വെന്ത് വന്നിട്ടില്ല. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് ശർക്കരയാണ് ഉരുക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ 1 കിലോ പരിപ്പിന് 1.5 കിലോ അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. സദ്യകളിലൊക്കെ വിളമ്പാനായിട്ട് 1 കിലോ പരിപ്പിന് 2 കിലോ ശർക്കരയാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു അളവ്. സദ്യകളിൽ വിളമ്പാനായിട്ട് ഈ ഒരു അളവുകൾ തന്നെ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോ പായസ വിൽപ്പനയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു അളവ് തന്നെയാണ് എടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ പരിപ്പ് 1/2 മണിക്കൂർ കൊണ്ടാണ് ഞാനിവിടെ ചെറിയ തീയിൽ വെച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ളത്. പരിപ്പ് നല്ല വെണ്ണ പോലെ തന്നെ വെന്തും വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാവാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പരിപ്പെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷമായിരിക്കണം ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് വേവാതെ പോകും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു പരുവമാകുമ്പോഴാണ് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 ലിറ്റർ വെള്ളമാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ശർക്കര പാനി ഉരുക്കിയെടുക്കുമ്പോഴും ശർക്കര നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം 1/4 ലിറ്റർ വെള്ളമായിട്ടൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷമായിരിക്കണം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടതും. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല വെണ്ണ പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാവാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ശർക്കര പാവിൽ കിടന്ന് പരിപ്പ് ഒന്നുകൂടെ നല്ലതുപോലെ വെന്ത് കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അതിനായിട്ട് നല്ലവണ്ണം തന്നെ ഒന്നുകൂടി ഇളക്കി തിളപ്പിച്ചെടുക്കാം. ശർക്കരയും പരിപ്പുമായിട്ട് നല്ല പോലെ തന്നെ യോജിച്ച് കിട്ടണം. അതിനായിട്ട് നല്ലവണ്ണം തന്നെ ഇളക്കിയും കൂടെ നമുക്ക് വറ്റിച്ച് കുറുക്കി വേവിച്ചു കൂടി എടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ളതും. പരിപ്പ് വെന്ത് നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇതുപോലെ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഇതുപോലെ ഒന്ന് കുറുകിയ പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2-ാം പാൽ 1.5 ലിറ്റർ അളവാണ് എടുത്തിട്ടുള്ളത്. 2-ാം പാലും ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ പ്രഥമനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള 2-ാം പാല് നല്ലതുപോലെ വറ്റി
ഒന്ന് കുറുകിയ പാകത്തിലേക്ക് വീണ്ടും ആയി വരും. അതുവരെയാണ് നമുക്ക് ഇളക്കി തന്നെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടത്. രണ്ടാം പാലും ചേർത്ത് നല്ലവണ്ണം തന്നെ ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പ്രഥമൻ നല്ലതുപോലെ ഒന്ന് കുറുകിയ പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് കാറ്ററിംഗുകാർ സദ്യകളിൽ വിളമ്പാനുണ്ടാക്കുന്ന പായസത്തിന്റെയും പ്രഥമന്റെയും ഒക്കെ രുചി കൂട്ടുന്നതിനായിട്ട് ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയന്റുകൾ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ രണ്ടാം പാല് ചേർത്തിട്ട് നമ്മുടെ പ്രഥമൻ നല്ലവണ്ണം തന്നെ കുറുകിയ പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 25 ഈത്തപ്പഴം തിളച്ച വെള്ളത്തിൽ കുതിർത്തി അതിന്റെ ആ ഒരു കുരുവെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 4 ചെറിയ കദളിപ്പഴം കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. നിങ്ങളുടെ കൈവശം കദളിപ്പഴം ഇല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് 1 കപ്പ് അളവില് നാളികേര പാലും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. അരച്ചെടുത്തിട്ടുള്ള പഴക്കൂട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന പ്രഥമനിലേക്ക് ചേർത്തിളക്കി കൊടുക്കാം. ഇനി വീണ്ടും നല്ലോണം തന്നെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതെല്ലാം ചേർന്ന് ഒന്നുകൂടെ വെട്ടി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള ഒന്നാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ അളവിൽ തന്നെയാണ് ഒന്നാം പാൽ ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പഴം മിക്സൊക്കെ ചേർത്ത് നമ്മുടെ പ്രഥമൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൂടെ കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഒന്നാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പ്രഥമനിലേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും ഫ്രൈ ചെയ്ത് കൂടെ ചേർക്കണം. അതുപോലെ നല്ലൊരു സ്വാദിനായിട്ട് ഏലക്കയും ചുക്കും കൂടി ചേർത്ത് പൊടിച്ച പൊടി കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗുകാരുടെ സദ്യകളിൽ വിളമ്പുന്ന വളരെ പ്രാധാന്യമേറിയ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡിയാണ്. തിരുവോണ നാളില് ഇലസദ്യയിൽ വിളമ്പാനായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രഥമന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ കേട്ടോ. പിന്നെ പ്രഥമനിലേക്ക് താളിപ്പൊക്കെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം പ്രഥമന്റെ ചൂടാറി വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയും കൂടെ നോക്കാം. പ്രഥമൻ കട്ടിയായിട്ട് വരുവാണെങ്കിൽ കുറച്ച് നാളികേര പാല് കൂട്ടി ചേർത്ത് നേർപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു പ്രഥമൻ്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സദ്യ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു വീഡിയോ വളരെ ആവശ്യമായതുകൊണ്ടും നിങ്ങളുടെ പേജിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കാനും എല്ലാവരും ശ്രമിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടെ തിരുവോണ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.